വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതാ ഞാൻ ഇന്ന് ഇറച്ചി ഫ്രൈ ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ ഇറച്ചി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 8 വിശലാകുന്നത് വരെ ഇത് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 വലിയ ഉള്ളി മുറിച്ച് കൊടുത്തിട്ട് അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അത് ആ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഉള്ളി കുറച്ചൊന്ന് വാടി വന്നാൽ പിന്നെ ഒരു പകുതി തക്കാളി ഞാൻ ചേർക്കുന്നുള്ളൂ. കൂടുതലായി കൂടെ പകുതി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ തക്കാളി നല്ല ഉടഞ്ഞ് വന്നാൽ പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി വന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ മല്ലി മണം പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള എല്ലാ മസാലകളും ചേർക്കാൻ. ഇവിടെ ഞാൻ ഇറച്ചി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറച്ചി മസാല ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആ മസാല മണം മാറുന്നത് വരെ എണ്ണയിലിട്ട് കുറച്ച് വറുത്തെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ പിന്നെ ഈ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അതാ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും അത് നന്നായിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു നല്ല തീ വലുതാക്കി ഉള്ളിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ തീയിൽ വേണം നന്നായിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കാൻ. അപ്പോൾ സിമ്പിളായിട്ട് നല്ലൊരു ടേസ്റ്റി ആയ ഒരു ബീഫ് കേട്ടോ. അതാ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.